1942 മാർച്ചിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലേക്ക് അയച്ച ഒരു ദൗത്യ സംഘമാണ് ക്രിപ്സ് മിഷൻ. അതായത് ബ്രിട്ടീഷ് ഭരണകൂടം 1942 മാർച്ചിൽ ഇന്ത്യയിലേക്ക് ഒരു ദൗത്യ സംഘത്തെ അയക്കുന്നു. അതിൻ്റെ പേരാണ് ക്രിപ്സ് മിഷൻ. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഈ മിഷനെ നയിച്ചത് ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. സ്റ്റാഫോർഡ് ക്രിപ്സാണ് ഈ സംഘത്തെ നയിച്ചത്. ക്രിപ്സ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ മുസ്ലിം ലീഗും കോൺഗ്രസും അംഗീകരിച്ചില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചാൽ യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാം എന്ന ക്രിപ്സ് മിഷൻ്റെ നിർദ്ദേശത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും അംഗീകരിച്ചില്ല. അങ്ങനെ ഈ ക്രിപ്സ് മിഷൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയതെന്നാണ്? 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാവുന്ന കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. അതായത് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാവുന്ന കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഈ ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൽസൺ ചർച്ചിൽ. ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹമാണ് ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയത്. അതായത് ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയതെന്നാണ് 1942 ഏപ്രിൽ 12.